എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലൂ സ്റ്റാർ നോൺ ഇൻവെർട്ടർ AC-യുടെ ഒരു PCB ആണെന്ന് നോക്കുന്നത്. ഇത് വന്നിട്ട് H6 എന്നുള്ള എറർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം എറർ എങ്ങനെയാണ് വരുന്നതെന്ന്. ഞാനിപ്പോൾ ഈ ബോർഡിൻ്റെ എല്ലാ കണക്ഷനും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻസർ, പിന്നെ ഇൻഡോർ ഫാൻ മോട്ടർ, പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഡിസ്പ്ലേ ബോർഡ്, എല്ലാ ബോർഡുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. പവർ കൊടുത്ത് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ 20-ൽ കിടപ്പുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ എറർ വരുന്നത് വരെ. ഇപ്പോൾ H6 എന്നുള്ള എറർ വന്നിട്ടുണ്ട്. ഈ എറർ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻഡോർ യൂണിറ്റിൻ്റെ ഫാൻ മോട്ടർ വർക്ക് ചെയ്യാത്തത് കൊണ്ടിട്ടാണ്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടിട്ടാണ് H6 എന്നുള്ള എറർ വന്നത്. ഈ H6 എറർ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ മോട്ടർ വർക്ക് ചെയ്യണം, ഇൻഡോർ ഫാൻ മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ ഫാൻ മോട്ടറിലോട്ട് സപ്ലൈ പോകുന്നുണ്ടോ, ഈ സപ്ലൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ സപ്ലൈ ആക്ടിവേറ്റ് ചെയ്യുന്ന ഓപ്റ്റോ കപ്ലർ, ട്രയാക്ക്, ഇവയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. പിന്നെ ഈ മോട്ടർ വർക്കിംഗ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യണം. അതായത് സപ്ലൈ വന്നിട്ടുമാണ് ഈ മോട്ടർ വർക്ക് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോട്ടർ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് സപ്ലൈയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ബോർഡ് ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിച്ച് വയ്ക്കാം. ഈ ഒരു കണക്ടറാണ്, ഇതാണ് നമ്മുടെ ഫാനിൻ്റെ മെയിൻ സപ്ലൈ കണക്ടർ. ഇത് രണ്ടാമത്തെ നമ്മുടെ ഫീഡ്ബാക്ക് കണക്ടറാണ് ഈ ഒരു ഇത്. അപ്പോൾ ഈ 3 പിന്ന്, 1, 2, 3 പിന്നാണ് നമ്മുടെ സപ്ലൈ പോകുന്നത്. ഈ ഒരു 3 പിന്നാണ് ഫീഡ്ബാക്ക് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ സപ്ലൈ എങ്ങനെയാണെന്ന് നോക്കാം. സപ്ലൈ നോക്കുമ്പോഴത്തേക്കും ഈ ന്യൂട്രൽ ലൈന് ഡയറക്റ്റ് ഇതിലോട്ട് വരുന്നുണ്ട്. ഫേസ് ലൈൻ എന്ന് പറയുന്നത്, നമ്മുടെ ഫേസ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു ഫ്യൂസ് ഇട്ടിട്ട് നേരെ ഈ ഒരു കോയിലുണ്ടല്ലോ, ഈ ഇരിക്കുന്ന ഈ കോയിൽ വഴി കയറി ഇറങ്ങി ഈ ഒരു IC-ക്കകത്താണ് വരുന്നത്. ഈ IC എന്ന് പറയുന്നത് AQH2223 എന്ന് പറയുന്ന ട്രയാക്ക് വിത്ത് ഒപ്റ്റോ ഉള്ള ഒരു IC-ആണ്. ഈ IC ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സ്പീഡ്, ഇതിൻ്റെ കണക്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കണക്ഷൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാം ഈ ഒരു IC വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ IC കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഈ ഒരു കോയിൽ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഇവിടേക്ക് സപ്ലൈ വരില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് സപ്ലൈ ഇവിടെ വരുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഓണാക്കിയതിന് ശേഷം ഇവിടെ ഈ ഒരു ഓപ്റ്റോ കപ്ലർ ആക്റ്റീവ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യണം. ഇത് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിലും ഇതുവഴി കറണ്ട് സപ്ലൈ പാസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതും വാക്സ് കോട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട പോയിന്റുകൾ നമ്മൾ ഒന്ന് സോൾഡർ ചെയ്യണം. അപ്പോൾ വാക്സ് കോട്ടഡ് പോയി കിട്ടും. ഇപ്പോൾ നമുക്ക് സപ്ലൈ ചെക്ക് ചെയ്യാനുള്ള, മൾട്ടിമീറ്റർ വെച്ച് സപ്ലൈ ചെക്ക് ചെയ്യാനുള്ള എല്ലാ പോയിന്റുകളും സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിട്ടിട്ട് പവർ കൊടുത്ത് ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ പവർ കൊടുത്ത് ഓൺ ആയിട്ടുണ്ടത്. അതിനുശേഷം ഇത് AC മോഡിലാണ് ഇടേണ്ടത്. AC മോഡിലിട്ടിട്ട് ഇവിടെ സപ്ലൈ വരുന്നില്ല. ഈ IC-യുടെ ഈ ഒരു കാലിൽ 236 വോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വെറും 4 വോൾട്ടേജ് വരുന്നു. അപ്പോൾ ഈ IC-യിൽ സപ്ലൈ എത്തുന്നുണ്ട്, പക്ഷേ IC-ന്ന് ഔട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ ഈ ഓപ്റ്റോ കപ്ലറിൻ്റെ സൈഡിൽ നോക്കാം, ആക്ടിവേഷൻ ചെയ്യുന്ന സൈഡിൽ നോക്കാം. ഇവിടെ 0.67 വോൾട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ മൈക്രോ കൺട്രോളർ ആക്ടിവേഷൻ ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ IC ഇവിടെ നിന്ന് ഔട്ട് ചെയ്യുന്നില്ല.
അപ്പോൾ ഈ IC ആണ് സസ്പെക്റ്റഡ് ആയിട്ടുള്ളത്. ഈ IC പോയെന്നാണ് തോന്നുന്നത്. നമുക്ക് ആദ്യം ഈ IC ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് വേറെ പുതിയൊരു IC ഇട്ട് നോക്കാം. നമ്പർ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഞാൻ നമ്പർ പറഞ്ഞുതരാം. AQH2223 എന്നുള്ള IC ആണത്. പുതിയ IC ഇതിൽ സെറ്റായി സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്തിട്ട് ഈ മോട്ടർ കറങ്ങുന്നുണ്ടോയെന്നും കൂടെ ഒന്ന് ചെക്ക് നോക്കാം. ഇപ്പോൾ ഈ മോട്ടർ കറങ്ങുന്നുണ്ട്. ഇൻഡോർ മോട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു IC പോയിരുന്നത് കൊണ്ടിട്ടാണ് മോട്ടർ എടുക്കാതിരുന്നത്. കാര്യം നമ്മൾ മൈക്രോ കൺട്രോളർ അത് എനബിൾ ചെയ്യാനുള്ള വോൾട്ടേജ് അയക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ICയുടെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഈ ബോർഡിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മോട്ടർ വർക്ക് ചെയ്യാതിരുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് H6 എന്നുള്ള എറർ വന്നത്. ഇപ്പോൾ മോട്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇനി ആ എറർ വരത്തില്ല. അപ്പോൾ ഈ ബോർഡ് നമുക്ക് ഇത് റിട്ടേൺ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.